വെൽക്കം ടു QA ഫോക്കസ്. ഇന്നത്തെ സെഷൻ മാത്സ് ആണ്. മെട്രിക്സും ഡിറ്റർമിനൻസും ഇത് രണ്ടിനകത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഈസി ടിപ്സും കൂടി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A = 1502. അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. നമ്മൾ NCERT ബുക്കിനകത്ത് ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഇതേപോലെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വാല്യൂസ് തന്നിട്ട് A² - 2A + 2A = 0 അല്ലെങ്കിൽ 2A² - A + I = 0 അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ എൻട്രൻസിൽ നമ്മളിത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അധികം ടൈം വേസ്റ്റ് ആകാതെ പെട്ടെന്ന് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്തണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇപ്പം തന്നെ ഒന്ന് പഠിച്ചിട്ടേക്കണം. ഡിറ്റർമിനൻറ്റ് A - KI = 0. ഇതിനകത്ത് A എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. I എന്ന് പറയുന്നത് യൂണിറ്ററി മെട്രിക്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ആദ്യം നമുക്ക് A - KI എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. A - KI എന്ന് പറയുമ്പം A എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സ് ആണെന്ന് പറഞ്ഞു, അത് എഴുതി. ദെൻ K കോൺസ്റ്റൻ്റ് ആണ്. 1001 അല്ലേ, യൂണിറ്ററി മെട്രിക്സ്. 1502 ദെൻ K0 0K. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 - K കിട്ടും, 5 കിട്ടും, ദെൻ 0 കിട്ടും. ഇവിടെ 2 - K വരും. A - KI നമുക്ക് കിട്ടി. ഇനി നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ കിട്ടിയത് എന്താണോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ 1 - K, 5, 0, 2 - K = 0. അതായത് A - KI എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. ഈ ഇക്വേഷനെ നമ്മൾ 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം. എങ്ങനെ ചെയ്യുന്നത്? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന പ്രോഡക്റ്റിൽ നിന്ന് ഇതിൻ്റെ പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ 1 - K × 2 - K വരും. മൈനസ് ദെൻ 5 × 0 0 ആണ് അല്ലേ, ദാറ്റ് = 0. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 - 2K ദെൻ 2 - K അല്ലേ. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ദെൻ -K, 2 - K ദെൻ -K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും -2K + K² = 0. നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് K² -Kയും -2Kയും കൂടി എന്ത് വരും? -3K എന്ന് വരും. പ്ലസ് ആരുണ്ട്? ഒരു 2 ഉണ്ട്. ദാറ്റ് = 0. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റൻസിന് എല്ലാത്തിനെയും നമ്മൾ എന്തായിട്ട് മാറ്റുക? തന്നിരിക്കുന്ന മെട്രിക്സ് ഏതാണോ അതാക്കി മാറ്റി എഴുതുക. A² - 3A പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു യൂണിറ്ററി മെട്രിക്സ് ഇട്ട് കൊടുക്കുക. ദാറ്റ് = 0. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഇതുണ്ടാവും നോക്കാം. A² - 3A + 2A = 0. അതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഓപ്ഷൻ ബി കിടപ്പുണ്ട്. അതായത് തന്നിരിക്കുന്നത് A - KI ഡിറ്റർമിനൻറ്റ് A - KI = 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. A നമുക്ക് തന്നിട്ടുണ്ട്, K കോൺസ്റ്റൻ്റ് ആണ്, I എന്ന് പറയുന്ന യൂണിറ്ററി മെട്രിക്സ് ആണ്. A - KI ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുത്തു. ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കാനായിട്ട് നമുക്കറിയാം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റ് എന്താണോ കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതിനകത്ത്
മെട്രിക്സ് ഇട്ട് കൊടുക്കുക. അതായത് എ സ്ക്വയർ മൈനസ് 3a പ്ലസ് 2a ഈക്വൽ ടു 0. കെയുടെ പ്ലേസിലൊക്കെ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് ഇട്ട് കൊടുത്തു. ഇവിടെ കിട്ടിയിരുന്ന കോൺസ്റ്റന്റ് നമ്പർ ഏതാണോ അതിൻ്റെ കൂടെ ഐയും കൂടി ആഡ് ചെയ്തു, ആൻസറായി. ഇത് പഠിച്ചിട്ടോണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി NCERT-യിലൊക്കെ നമ്മൾ പഠിച്ചതും സോൾവ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. a പ്ലസ് ബി നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? a ഫൈൻഡ് ഔട്ട് ചെയ്യണം, b നമുക്ക് തന്നിട്ടുണ്ട്. a പ്ലസ് ബി തന്നിട്ടുണ്ട്, b തന്നിട്ടുണ്ട്, ദെൻ അതിൻ്റെ അകത്തുനിന്ന് a ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിമ്പിളാണ് അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. മൈനസ് ബി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് കിട്ടുന്നത്. ഇനി എ പ്ലസ് ബി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 4 1 4 1 4 4 മൈനസ് ബി എന്ന് പറയുന്നത് 1 0 മൈനസ് 2 ദെൻ മൈനസ് 1 3 0. ഓക്കെ, ഒന്നും ചെയ്യണില്ല, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാം. 4ഉം ഒന്നും കൂടി സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്യണം. അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിലാണ് ചെയ്യേണ്ടത് അല്ലേ? ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പറും ഇവിടുത്തെ ഫസ്റ്റ് നമ്പറും കൂടി സബ്ട്രാക്ട് ചെയ്യുക, ദെൻ ഈ നമ്പറും കൂടി സബ്ട്രാക്ട് ചെയ്യുക, ദെൻ ലാസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് കോളത്തിൽ ഇവിടുത്തെ ഫസ്റ്റ് നമ്പറും കൂടി സബ്ട്രാക്ട് ചെയ്യുക. ആ പാറ്റേണിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. അപ്പോൾ 4ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു 3, ദെൻ 1ഉം 0യും കൂടി വരുമ്പോഴത്തേക്കും 1 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ പ്ലസ് 2 ആവും, അത് 6 അല്ലേ? 3 1 6. അപ്പോൾ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 3 1 6 ഫസ്റ്റ് റോയിൽ വരുന്നത് ഉണ്ടോ നോക്കിയേക്കാം. അത് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ നമ്മൾ കൂടുതലൊന്നും നമ്മൾ സോൾവ് ചെയ്യേണ്ടത് കാര്യമില്ല. ആ ആൻസർ അങ്ങ് ആ ഓപ്ഷൻ അങ്ങ് സെലക്ട് ചെയ്താൽ മതി. ഇനി 3 1 6 കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബാക്കി താഴോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് B3 1 2 ആണ്. അപ്പോൾ നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ദെൻ ഡി എന്ന് പറയുന്നത് 5 0 6 ആണ്, അതും നോക്കണ്ട. ഇത് 5 1 2 ആണ്, അതും നോക്കണ്ട. അപ്പോൾ ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അതായത് എയോ ബിയോ, ഇത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും. എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ ഫസ്റ്റ് റോ നമുക്ക് കിട്ടിയ ഒരാൾ ആ നമ്പേഴ്സ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളെങ്കിൽ പിന്നെ ബാക്കി താഴോട്ട് ചെയ്യാൻ നിൽക്കണ്ട. ആ തന്നിരിക്കുന്നത് അങ്ങ് സെലക്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ 3 1 6 രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഇതോ അതോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ട് അല്ലേ? നമുക്കതൊന്നും കൂടി നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ വേണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബാക്കിയും കൂടി നമ്മൾ സോൾവ് ചെയ്യണം. 1ഉം -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 2 വരും അല്ലേ? 2 വരുമ്പം അവിടെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നിർത്തിയേക്കാം അല്ലേ? കാര്യം എന്താ നോക്കിക്കേ, സെക്കൻഡ് റോയിൽ 2 വരുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 3 1 6 2 1 4. കണ്ണും പൂട്ടി നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ ഏതായിരിക്കും? സി ആയിരിക്കും. കാരണം ഇവിടെ 1 തന്നിരിക്കുന്നത്, പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 2 വന്നിട്ടുണ്ട്. അപ്പം 2 വരുന്നത് ആരാണോ അതായിരിക്കാം. ഇനി ഈ ഓപ്ഷനകത്ത് എവിടെയെങ്കിലും ഒരു നൺ ഓഫ് ദീസ് കിടപ്പുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. റിസ്ക് എടുക്കാനായിട്ട് നിൽക്കണ്ട. ഇതിന് ബാക്കി ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ 4 -3 1 വരും. അതുപോലെ ഇവിടെയും 4 -0 4 വരും. അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ആൻസറാണ് 2 1 4 3 1 6. ഓക്കെ, അപ്പം എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. ടൈം വേസ്റ്റ് ആകാതിരിക്കാൻ നോക്കണം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ തന്നിരിക്കുന്ന ഓപ്ഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഒരേ പാറ്റേണിൽ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെ ബാക്കിയും കൂടി കണ്ടുപിടിച്ചാലേ നമുക്ക് കംപ്ലീറ്റ് ആകും എന്നുണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
എ തന്നിട്ടുണ്ട്, A1 B1 C1 എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് ദി മെട്രിക്സ് 1 3 3 1 4 3 1 3 4, അതായത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ആണ് ഇതെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെ അഡ്ജോയിൻ്റ് ആണ് ഇത്. എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? A1 + B2 + C3 / B1 A2. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് അറിയണം. ഇതിൻ്റെ വാല്യൂസ് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ വാല്യൂസ് അറിയാൻ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെ വാല്യൂസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതുപോലെ അഡ്ജോയിൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ തിയറി എക്സാമിന്, നമ്മൾ മാത്സ് എക്സാമിന് സ്കൂളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് കോഫാക്ടേഴ്സും മൈനസും ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത് അല്ലേ. അപ്പോൾ ഒത്തിരി കാൽക്കുലേഷൻ ഉണ്ട്. നമുക്ക് കുറേ ചെയ്തെങ്കിൽ മാത്രമേ ആൻസറിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ സോൾവ് ചെയ്യാനൊക്കെ സിമ്പിൾ ആണെങ്കിലും മിസ്റ്റേക്സ് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എൻട്രൻസിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് 1 3 3 1 4 3, then the last one is 1 3 4. and ഇനി ഒരു മെത്തേഡ് ഇങ്ങനെ ഫോളോ ചെയ്യാം. 4 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 3ലേക്ക് വന്നു, ദെൻ 3 നിന്ന് തിരിച്ച് മുകളിലത്തെ നമ്പറിലേക്ക് പോയി, തിരിച്ച് 4ൽ തന്നെ വന്ന് എൻഡ് ചെയ്തു. 4 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 3ലേക്ക് വന്നു, തിരിച്ച് 3ലേക്ക് പോയി, തിരിച്ച് 4ലേക്ക് വന്ന് എൻഡ് ചെയ്തു. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാ? 4 3 3 4. ഇതേ മെത്തേഡ് തന്നെ ബാക്കി എല്ലാത്തിൻ്റെയും കാര്യത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് വരും? 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, 4, ദെൻ കറങ്ങി തിരിഞ്ഞ് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് 3 തന്നെ വന്നിക്കണം. എന്ന് വെച്ചാൽ 3 4 3 3 4, തിരിച്ച് 3 വന്നു, എന്നിട്ട് ആദ്യം വന്ന് അവസാനിച്ചു 3 തന്നെ വന്ന് എൻഡ് ചെയ്തു. 3 4 3 3. ഇവിടെയും ഇത് തന്നെ ഫോളോ ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ എഴുതുക. ഇവിടെ എല്ലാം 1 1 ആണ് അല്ലേ. 1 1 എഴുതി. ഇനി ചെയ്യേണ്ടത് ഈ നമ്പറിനെ നമ്മൾ ഒന്നും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ എഴുതുക എന്നുള്ളതാണ്. 4 3 3 4. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് പിടികിട്ടിയോ? നടുക്കത്തെ കോളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 3/3 മെട്രിക്സ് ആണെങ്കിൽ നടുക്കത്തതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് 4 3 3 തിരിച്ച് 4ൽ തന്നെ വരിക. അതേ ടെക്നിക്ക് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക. അതേ ടെക്നിക്ക് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് റോ എന്താണോ കിട്ടിയത് അതൊന്നും കൂടി ഇവിടെ താഴത്തേക്ക് എടുത്ത് എഴുതുക. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡിറ്റർമിനൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പോലെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് ഇതിൻ്റെ പ്രോഡക്റ്റ് കുറച്ച് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 4 16 അല്ലേ. 16 - 9 എന്ന് പറയും, 16 - 9 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 7 കിട്ടും. അതുപോലെ തന്നെ ഈ രണ്ട് നമ്പേഴ്സും ഇപ്പോൾ ഇവിടെ എന്ത് വരും? 3 × 3 ആണ്, -4 × 3 ആണ്. 9 - 12 എന്ന് വരും. 9 - 12 ആകുമ്പോൾ അത് -3. ഇവിടെ അതുപോലെ തന്നെ 9 - 12 വരുമ്പം എഗെയിൻ -3 വരും. അതേ ടെക്നിക്ക് തന്നെ ഇവിടെയും ഫോളോ ചെയ്യാം. ഇവിടെ വരുമ്പോൾ 3 - 4 ആണ്. 3 - 4 -1 വരും. ദെൻ ഇവിടെ വരുമ്പോഴോ ഇത് 4 ആണ് അല്ലേ. 4 1 3 1. അപ്പോൾ എന്ത് വരും? 4 - 3 വരുമ്പോൾ ഇവിടെ ഒരു 1 വരും. ദെൻ ലാസ്റ്റ് 1 ഇത് 3 - 3 വരുമ്പം അത് 0യിലേക്ക് വരും. അതേ ടെക്നിക്ക് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക. 3 - 4 എഗെയിൻ -1 വന്നു. ദെൻ ഇവിടെ 3 × 3 0 വന്നു. 3 - 3 അല്ലേ. 3 - 3
0 വന്നു. എഗെയിൻ ഇവിടെയോ 4 - 3 വരുമ്പോഴത്തേക്കും 1 വന്നു. ഈ കിട്ടിയതാണ് അഡ്ജോയിൻ്റ് മെട്രിക്സ്. ഈ കിട്ടിയതാണ് നമ്മുടെ അഡ്ജോയിൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അഡ്ജ് മെട്രിക്സ് ഈ കിട്ടിയതായിരിക്കും. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഇതൊന്ന് പ്രാക്ടീസ് ആകണേ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. അതുകൊണ്ട് ഇതൊന്ന് പ്രാക്ടീസ് ആയാൽ മാത്രം മതി, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്തായിരുന്നു? A1 + B2 + C3 by B1 A2. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണുള്ളത് എന്ന്. A1 B2 C3, ഇത് A1, ഇത് B2, ഇത് C3. 7 + 1 + 1 by B1 ഇതാ -1 ആണ്, ഇൻറ്റു A2 എന്ന് പറയുന്നത് -3 ആണ്. 9/3 = 3 എന്ന് കിട്ടി. കണ്ടോ, സൊല്യൂഷനായി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചിട്ടോണം. പല പ്രോബ്ലത്തിനകത്തും പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതുപോലെ അഡ്ജ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ തിയറി എക്സാം ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആകും. ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള സമയം പോലും നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വരും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയിക്കോണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓപ്ഷൻ 3 ഇത് അവിടെ കിടപ്പുണ്ടേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്കൊരു മെട്രിക്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ആൽഫ എന്ന് പറയുന്ന ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ട്. ആ അൺനോൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അൺനോൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. കാൽക്കുലേഷൻ പാർട്ട് ഇത്തിരി കുറഞ്ഞിരിക്കും. നമുക്കിത് ക്വസ്റ്റ്യനകത്ത് -1 3 then 4 - 5 0 2 into 1 2 0 7 equal to -1 19 alpha -27 then 0 14. ഓക്കെ, ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്തോണേ. നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് ഇത് ഫുൾ സോൾവ് ചെയ്ത് വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ഈ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ശരിയാണോ? മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ. മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് ഓർത്ത് നോക്കിക്കേ. അതായത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ ആൽഫ എന്ന് പറയുന്നത്. ശരിയല്ലേ? നമുക്ക് അത് മാത്രം നമുക്കൊന്ന് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതായത് 4 × 1 എന്ന് പറയുന്നത് 4, ദെൻ -5 × 0 0 ദാറ്റ് ഈക്വൽ ടു ആൽഫ. അങ്ങനെയെങ്കിൽ ആൽഫയുടെ വാല്യൂ എത്രയാ? ആൽഫ = 4 ആണ്. ക്ലിയർ ആയോ? ആൽഫ = 4 ആണ്. മുഴുവൻ ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുതും. ആ അൺനോൺ ക്വാണ്ടിറ്റി വരുന്നത് കിട്ടാനുള്ള മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളത് മാത്രം നോക്കുക. അതായത് ഈ റോയും ഈ കോളവും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അങ്ങനെയെങ്കിൽ അത് മാത്രം ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുക. ഇപ്പം അതുപോലെ വേറെ ഏതെങ്കിലും ഒരു എലമെൻ്റാണ് തന്നിരുന്നതെങ്കിൽ ആ എലമെൻറ്റ് കിട്ടാനുള്ളത് എന്താണെന്ന് നമ്മൾ നോക്കുക. ഇപ്പം ഇവിടെയാണ് ആൽഫ വന്നിരുന്നെങ്കിലോ ഇതേ ഇൻറ്റു ഇതെന്ന് പറയുന്നതാണ് ഈ വരുന്ന എലമെൻറ്റ്. അത് മാത്രം സോൾവ് ചെയ്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഈ 19ൻ്റെ പൊസിഷനിൽ വന്നിരിക്കുന്ന ആൽഫയുടെ വാല്യൂ എന്താണോ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ അല്ലേ? ഓപ്ഷൻ 4 ആണ്
ആൻസർ 4 ആണ്. ഓപ്ഷൻ എ കിടപ്പുണ്ട് ആൻസർ 4. കാണാമല്ലോ അല്ലേ? അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിക് ഫോമിലും ട്രിഗ്നോമെട്രിക് സൈൻ തീറ്റ കോസ് തീറ്റയൊക്കെ തന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ ചോദിച്ചു വരാറുള്ളതാണ്. ഇവിടെ മെട്രിക്സ് എ നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 1 0 1 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ a⁻n+ni എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആർക്ക് ഈക്വൽ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഈ പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ ആർക്ക് ഈക്വൽ ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് a⁻n അറിയണം, എന്നിട്ട് n×i ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. a⁻n കിട്ടാനായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്ന് നോട്ട് ചെയ്തോണം. അതായത് 101 ഫോമിൽ 101ഉം ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റോ എന്തെങ്കിലും വരുന്ന കേസിൽ ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. 101 ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് k ആണെന്ന് വിചാരിച്ചോളൂ. 101k. അങ്ങനെയെങ്കിൽ ഇവിടെ a⁻n എന്ന് പറയുന്നത് a⁻n എന്ന് പറയുന്നത് 10nk1 ആയിരിക്കും. nk1 ആയിരിക്കും. ഇനി ഇവിടെ തന്നെ നമുക്ക് ഈക്വൽ ടു ഇങ്ങനെയായിരുന്നെങ്കിലോ, ഇങ്ങനെയാണ് തന്നിരുന്നെങ്കിലോ, ഇത് നോക്കി 101 ഫോമിൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. 101 ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ k വരുന്നിടത്ത് പവർ എത്രയാണോ തന്നിരിക്കുന്നത് അത് ഇട്ട് കൊടുത്താൽ മതി. കോൺസ്റ്റന്റ് വരുന്നിടത്ത് പവർ എത്രയാണോ തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം k ആണെങ്കിൽ nk, 2 ആണെങ്കിൽ n2, 3 ആണെങ്കിൽ 3n, 4 ആണെങ്കിൽ 4n, ഏതാണോ തന്നിരിക്കുന്നത് അതിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 101ൻ്റെ ഫോമിലാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കോൺസ്റ്റന്റ് n ആണ്, 1 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 1 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് a⁻n എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ a⁻n എഴുതുമ്പോൾ n1 എന്ന് വരും. ഇതിൻ്റെ കൂടെ ആരെ ആഡ് ചെയ്യണം? ni. നമുക്കറിയാം i എന്ന് പറയുന്നത് 1001 ആണ്. അങ്ങനെയെങ്കിൽ ni എന്തായിരിക്കും? n0 ആയിരിക്കും അല്ലേ? n0 ആയിരിക്കും. 1001 ഇപ്പം n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? n00n ആയിട്ട് മാറും. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാം. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 1+n ആണ്. ഇവിടെ നമുക്ക് 0 വരും, ഇവിടെ നമുക്ക് n വരും, ഇവിടെ 1+n വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? (1+n) then 0n 1+n എന്ന് വന്നു. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ചോയ്സിനകത്ത് ഇതൊന്നും തന്നെ ഇല്ല. a⁻n+ni എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ചോയ്സിനകത്ത് ഏതിന് ഈക്വലാന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നമുക്കിപ്പോൾ ഈ കിട്ടിയത് തന്നിട്ടില്ല.
അതായത് ഐ അല്ല ഇത്, എൻ എയും അല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. 1, 2, 3 അല്ലേ, 3 ഓപ്ഷനകത്ത് ഏതാണ് വരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഐ പ്ലസ് എൻ എ എന്ത് വരും നോക്കാം. ഐ എന്ന് പറയുന്നത് ഐ പ്ലസ് എൻ എ, ഐ എന്ന് പറയുന്നത് 1001 ആണ്, പ്ലസ് എൻ എ, എൻ എ എന്ന് പറയുമ്പോൾ ഇതിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. എൻ 0 എൻ എൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് എൻ വരും, 0 വരും, ഇവിടെ എൻ വരും, ഇവിടെ 1 പ്ലസ് എൻ വരും. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയതും. 1 പ്ലസ് എൻ 0 എൻ 1 പ്ലസ് എൻ കണ്ടോ, രണ്ട് സെയിം അല്ലേ. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്നത് ആർക്ക് ഈക്വലാണ്? ഐ പ്ലസ് എൻ എക്ക് ഈക്വലാണ്. തന്നിരിക്കുന്നത് ഐ പ്ലസ് എൻ എക്ക് ഈക്വലാണ്. ക്ലിയർ ആയോ? ഇതിനകത്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 101 വരുന്നതാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പറിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ കെ ആണെങ്കിൽ എൻ കെ, എ ആണെങ്കിൽ എൻ എ, എക്സ് ആണെങ്കിൽ എൻ എക്സ്, 2 ആണെങ്കിൽ 2n, 4 ആണെങ്കിൽ 4n. അതായിരിക്കും എ റേസ് ടു എൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതെല്ലാം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ട്രിക്സ് ആണ്. ഈ ട്രിക്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ ടൈം ഇതിന് എടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ NCERT ടെക്സ്റ്റിനകത്തൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സാധാരണ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രീവിയസ് ഇയറിൽ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും ഈ പറഞ്ഞു പോകുന്നത്. നമ്മളിപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതേ പാറ്റേൺ തന്നെ പല വർഷമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തത് a² - 3a + 2i വെച്ച് വരുന്ന പ്രോബ്ലം, ആ ഒരു സ്റ്റൈലിലെ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ അഡ്ജോയിൻ്റ് പെട്ടെന്ന് എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, a റേസ് ടു n വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ സാധാരണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. പക്ഷേ ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻസും സാധാരണ കണ്ടുവരാറുള്ളതാണ്. തന്നിരിക്കുന്നത് 3x - y x + 3y, then 2x - z 2y + z. ഇത് ആർക്ക് ഈക്വലാന്ന് തന്നിട്ടുണ്ട്? 7 9 5 5. ഇക്വാളിറ്റി ഓഫ് മെട്രിസസിനകത്താണ് നമ്മളിത് പഠിച്ചിരിക്കുന്നത്. ഓർക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് എക്സും വൈയും ഇസഡും കിട്ടിയെങ്കിൽ മാത്രമേ x + y + z എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അത് വേണം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. എക്സും വൈയും ഇസഡും എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എളുപ്പ പണിയാണ്. 3x - z = 7ഉം x + 3y = 9ഉം കൂടി സോൾവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. -y ആണ്. ഓക്കെ, -y ഇത് തമ്മിൽ സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ അല്ലേ. ഏതിൻ്റെങ്കിലുമൊക്കെ കോഎഫിഷ്യൻ്റ് ഒരേപോലെ ആക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇതിനെ അങ്ങ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി എളുപ്പമാണ്. ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 9x - 3y = 7 × 3 21 എന്ന് വരും. ദെൻ താഴേക്ക് വരുമ്പോഴോ x + 3y = 9. ഓക്കെ,
ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 10x വരും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആയി വയ്ക്കോളും. ബാക്കി നമുക്ക് കിട്ടുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 21 9 30 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അതായത് 3 + 3y = 9 ആണ്. 3y = 9 - 3 = 6 ആണ്. അങ്ങനെയെങ്കിൽ y = എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ നമുക്കിവിടെ 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് ആരെ കിട്ടണം? ഇസഡിനെ കിട്ടണം. ഇസഡിനെ കിട്ടാനായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുക്കാം. 2x - z എടുക്കാം, അല്ലെങ്കിൽ 2y + z = z എടുക്കാം. ഇനി ഇത് ഈക്വൽ ടു ഈ 5 ആണ്, ഇത് ഈക്വൽ ടു ഈ രണ്ടാമത് തന്നിരിക്കുന്ന 5 ആണ്. എന്തോ ആണെങ്കിൽ ഇത് ഈക്വൽ ടു 5, ഇത് ഈക്വൽ ടു 5, ഏത് വേണമെങ്കിലും എടുത്ത് സിംപ്ലിഫൈ ചെയ്തോളൂ. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും 2x - z = 5 എടുക്കുകയാണ്. 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എനിക്കിവിടെ കിട്ടിയത് 3 ആണ്. -2 = 5. 6 - 2 = 5 അല്ല, z ആണ്. ഓക്കെ, z 5. z = അല്ലെങ്കിൽ -z = 5 അപ്പുറത്തേക്ക് കൊണ്ട് -6 -1 എന്ന് വന്നു. അങ്ങനെയെങ്കിൽ z = 1 എന്ന് കിട്ടി. ഇനി x + y + z എന്തായിരിക്കും? ഇനി ചെയ്യാവുന്നല്ലേ ഉള്ളൂ അല്ലേ? x + y + z എന്ന് പറയുമ്പോഴത്തേക്കും x എന്ന് പറയുന്നത് 3 ആണ്, y എന്ന് പറയുന്നത് 2 ആണ്, z എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ ഈക്വൽ ടു 6 ആണ്. ഓപ്ഷൻ ഇവിടെ ഇ. അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നോക്കിക്കേ, ഒന്ന് വായിച്ചു നോക്കിക്കേ ക്വസ്റ്റ്യൻ ഒന്ന്. എ എന്ന് പറയുന്നത് AIJ അതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്, സി എന്ന് പറയുന്നതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BC × A ഈസ് പോസിബിൾ ഓൺലി വെൻ. BC × A പോസിബിൾ ആകുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കണം? ഓർഡർ നമുക്ക് എങ്ങനെ വന്നാലാണ് നമുക്കിത് പോസിബിൾ ആയിട്ടുള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. M = Q ആണോ, P = Q ആണോ, M = N ആണോ, N = Q ആണോ, M = P ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് BC അല്ലേ? BC. ഇനി ബിയുടെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. N/P ആണ്. ഇനി സിയുടേതോ P/Q ആണ് അല്ലേ? അതായത് ഫസ്റ്റ് വണ്ണിൻ്റെ കോളം സെക്കൻഡ് വണ്ണിൻ്റെ റോയ്ക്ക് ഈക്വലായിട്ട് വന്നെങ്കിൽ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ BCയുടെ ഓർഡർ എന്തായിരിക്കും? NQ ആയിരിക്കും അല്ലേ? BCയുടെ ഓർഡർ എന്ന് പറയുന്നത് NQ ആണ്. N/Q NQ അല്ല, N/Q ആണ്. N/Q ആണ്. ഓക്കെ, ഇനി A മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. M/N ആണ്. അങ്ങനെയെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകണമെങ്കിൽ ഫസ്റ്റ് വണ്ണിൻ്റെ കോളം സെക്കൻഡ് വണ്ണിൻ്റെ റോയ്ക്ക് ഈക്വലായിട്ട് വരണം. എന്ന് വെച്ചാൽ എമ്മും ക്യൂവും ഈക്വലായിട്ട് വരണം. BC × A ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? നോക്കി, BC × A ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ BC × A കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ BC എന്ന് പറയുന്നത് N/Q മെട്രിക്സ് ആണ്, A എന്ന് പറയുന്നത് M/N മെട്രിക്സ് ആണ്. ഇവിടെ ഫസ്റ്റ് വണ്ണിൻ്റെ
കോളവും സെക്കൻഡ് വണ്ണിൻ്റെ റോയും ഈക്വലായിട്ട് വരണം. എന്ന് വെച്ചാൽ എമ്മും ക്യൂവും ഈക്വലായിട്ട് വരണം. എം ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കണ്ടിട്ടുണ്ടെന്നല്ല മീൻ ചെയ്യുന്നത്, ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് വരുന്ന എൻട്രീസ് എന്ന് പറയുന്നത്, അതായത് എലമെന്റ്സ് ഒന്നിക്ക് +1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1 ആയിരിക്കും. അങ്ങനെ എത്ര 3x3 മെട്രിക്സ് പോസിബിൾ ആണെന്ന്, അതായത് എലമെന്റ്സ് ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1 ആയിട്ട് വരുന്ന എത്ര 3x3 മെട്രിക്സ് പോസിബിൾ ആണെന്ന്. ഒരു 3x3 മെട്രിക്സിനകത്ത് 9 എലമെന്റ്സ് കാണും. അതിനകത്ത് ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ +1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. അപ്പോൾ അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് എലമെന്റ് 2 പോസിബിലിറ്റി. അതേപോലെ സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോഴും +1 ആകാം -1 ആകാം. അവിടെ എത്ര പോസിബിലിറ്റി വരും? 2 പോസിബിലിറ്റി. അതുപോലെ തേർഡ് എലമെന്റ് എടുക്കുമ്പോഴും -1 ആകാം +1 ആകാം. എത്ര പോസിബിലിറ്റി? 2 പോസിബിലിറ്റി. അങ്ങനെ എത്ര എണ്ണം നമുക്ക് എഴുതാൻ പറ്റും? 9 എണ്ണം എഴുതാൻ പറ്റും. അതായത് ആൻസർ 2⁹ വരും. ശരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെട്രിക്സിനകത്തു നിന്നാണെങ്കിലും ഇത് എന്തുമായിട്ടും കൂടി നമുക്ക് കോമ്പിനേഷൻ വരുന്നതാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. +1നകത്ത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും കൂടി രണ്ടും കൂടി ലിങ്ക് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഒരു 3x3 മെട്രിക്സ് എന്ന് പറയുമ്പം 1 2 3 1 2 3 അല്ലേ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ +1 -1 വരാം, ഇവിടെയും +1 -1 വരാം, ഇവിടെയും +1 -1 വരാം. ഇവിടെ അതേ പോസിബിലിറ്റിയാണ്, +1ഉം -1ഉം, ഇവിടെയും +1ഉം -1ഉം. അങ്ങനെ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇങ്ങനെ എല്ലായിടത്തും 2 വീതം വരുമ്പോൾ മൊത്തം എത്ര 2 വരും? 9 2 വരും. അതായത് 2⁹ പോസിബിലിറ്റി വരും. ക്ലിയർ ആയോ? ഫിസിക്സിനകത്ത് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള പാറ്റേണിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മോഷനും ലോസ് ഓഫ് മോഷനും വർക്ക് എനർജിയും കൂടി വരുന്നതിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. അതിനകത്തും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ യാതൊരു കാരണവശാലും ഒരു ക്വസ്റ്റ്യൻ അതേപോലെ അടുത്ത വർഷം ചോദിക്കുന്നല്ല ഉദ്ദേശിക്കുന്നത്. അതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ടെന്നാണ് കേട്ടോ. അടുത്തതും നല്ലൊരു ക്വസ്റ്റ്യനാണ്. മെട്രിക്സ് എ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് A⁻25 എന്തായിരിക്കും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് A² ഫൈൻഡ് ഔട്ട് ചെയ്യാം. A² എന്ന് പറയുമ്പോൾ A × A 1 1 1 1 1 1 റോ ഇൻറ്റു കോളം 1 × 1 1 × 1 2 വരും. അതുപോലെ അടുത്ത എലമെന്റ് അടുത്ത റോ ഇൻറ്റു അടുത്ത കോളം അതും 1 + 1 2 വരും. ഇത് ചെയ്യുമ്പോഴും എന്ത് വരും? 1 + 1 2 വരും. ഇവിടെയും 2 വരും. ഇതിനകത്ത് ഒരു 2 പുറത്തെടുത്താൽ എനിക്ക് 2 × 1 1 1 1 എന്ന് എഴുതാവോ? എന്ന് വെച്ചാൽ ഈ കിട്ടിയത് ഒരു 2A ആണോ? ഈ കിട്ടിയത് 2A ആണോ? നെക്സ്റ്റ് ഞാൻ A³ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്.
എ ക്യൂബ് എന്ന് പറയുമ്പോൾ എ സ്ക്വയറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. എ സ്ക്വയറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ക്യൂബ് കിട്ടും. എ സ്ക്വയർ എനിക്ക് കിട്ടിയത് 2 × 1 1 ആണ്. ഇതിനെ പിന്നെയും എ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? 2a പിന്നെയും കിട്ടത്തുള്ളൂ അല്ലേ. കാര്യം എന്താ, ഇവിടെ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് കണ്ടോ. എ സ്ക്വയർ എന്ന് പറയുന്നത് 2 × 1 1 ആയിരുന്നു. 1 1 1 1 ആയിരുന്നു. അതിനെ പിന്നെയും ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എ ക്യൂബ് കിട്ടണമെങ്കിൽ എ സ്ക്വയറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ എനിക്ക് കിട്ടിയത് 2 × 2a, ദാറ്റ് മീൻസ് 4a എന്നാണ്. 4a എനിക്ക് 2² എന്ന് എഴുതാവോ? എഴുതാം. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്ന ഒരു പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. എ സ്ക്വയർ എന്ന് പറയുന്നത് 2⁻1a, 2a ആണ് 2⁻1a. എ ക്യൂബ് എന്ന് പറയുന്നത് 2²a. അങ്ങനെയെങ്കിൽ a⁴ ആരായിരിക്കും? 2³ ആയിരിക്കും. a⁵ 2⁴ × a ആയിരിക്കും. അങ്ങനെയെങ്കിൽ a⁻25 ആരായിരിക്കും? 2⁻24 a ആയിരിക്കും. ക്ലിയർ ആണോ? 2017 ഇതേ ക്വസ്റ്റ്യൻ തന്നെ a⁻2017 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. a⁻2017 2017 ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ആൻസർ എന്ത് വരും? 2⁻2016 എന്ന് വരും അല്ലേ. ഈ പാറ്റേൺ പഠിച്ചിട്ടാണേ. അടുത്ത ക്വസ്റ്റ്യൻ AB തന്നിട്ടുണ്ട്, A ഇൻവേഴ്സ് തന്നിട്ടുണ്ട്, B ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. AB A ഇൻവേഴ്സ് B കിട്ടണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ABയെ A ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് B കിട്ടും. കാരണം A ഇൻവേഴ്സ് A എന്ന് പറയുന്നത് I ആണ് അല്ലേ. A ഇൻവേഴ്സ് A എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AB കിട്ടും. അപ്പോൾ A ഇൻവേഴ്സ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 3 - 2 - 1 1. എഴുതുമ്പോൾ തെറ്റിപ്പോകരുതും. A ഇൻവേഴ്സ് AB തന്നെ വരണം. A ഇൻവേഴ്സ് AB തന്നെ വരണം. അല്ലാതെ AB × A ഇൻവേഴ്സ് എഴുതരുതും, ആൻസർ കിട്ടില്ല. A ഇൻവേഴ്സ് AB തന്നെ എഴുതി സോൾവ് ചെയ്യണം. 4 3 5 4. നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യുക. ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം ചെയ്യുക. ഫസ്റ്റ് റോ × ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോഴത്തേക്കും 12 -10 അല്ലേ. 12 -10 വരുമ്പോൾ 2 വരും. ഇതിന് ഇത് ഇൻറ്റു ഇത് ഇൻറ്റു 6 -8 അല്ലേ. അല്ല 9 - 8 1. ഇത് ഇൻറ്റു ഇതും 1 3 4 -3 4 അല്ലേ 1. 2 1 1 വരും. 2 1 1 1. ഓക്കെ. അപ്പം ഇതേ പാറ്റേണിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് പഠിച്ചോണം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ആകണം. എങ്കിലേ എക്സാം കുറച്ചും കൂടി എളുപ്പമാകത്തുള്ളൂ. എക്സാം കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി നമുക്കൊരു ഈസി ലെവൽ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ സ്ഥിരം പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, എടുത്ത് നോക്കിക്കോണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു.